വീണ വിജയന് എതിരായ മാസപ്പടി കേസ് ഇങ്ങനെ മനോരമ ഉൾപ്പെടെ പൊലിപ്പിക്കുകയാണല്ലോ. മനോരമയാണല്ലോ മാസപ്പടി പ്രയോഗം കൊണ്ടുവന്നത്. അതിനെപ്പറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ആരൊക്കെ ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കേണ്ടി വരുമെന്നൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇനി കേരളത്തിലെ കോൺഗ്രസ്സുകാരോടും ഇവിടുത്തെ മാപ്രകളോടും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോടും ഞങ്ങൾക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത, ആ വാർത്തയെപ്പറ്റി കേരളത്തിലെ ഒരു മാപ്രകൾക്കും ഒരു മാധ്യമങ്ങൾക്കും ഒരു ചർച്ചയും വേണ്ട, ഒരു താല്പര്യമില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അതേപ്പറ്റി നേതാക്കൾ ഒന്നും മിണ്ടുന്നില്ല. വിഷയം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ്? അതിനെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ മാപ്രകളും ചരിത്രം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും ആകുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ സമര കാലത്ത് നിങ്ങളുടെയൊക്കെ വലിയ നേതാവല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം 1937 തുടങ്ങിയ പ്രസ്ഥാനമാണ് നാഷണൽ ഹെറാൾഡ് ദിനപത്രം. ഇംഗ്ലീഷിലും ഉറുദുവിലും ഹിന്ദിയിലും അതുപോലെ ഇന്ത്യയിലെ പല ഭാഷകളിലും ഇറക്കിക്കൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ മുഖപത്രമായിരുന്നു നാഷണൽ ഹെറാൾഡ്. കോൺഗ്രസ്സുകാരെങ്കിലും അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഇത് ഓർമ്മയുണ്ടാവും. പുതിയ തലമുറയ്ക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾ ചിലത് പുതിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ടല്ലോ, മാങ്കൂട്ടത്തിലും മറ്റേ കൂട്ടത്തിലും ഒക്കെ ഉള്ളവരൊക്കെ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നാഷണൽ ഹെറാൾഡ് ഇങ്ങനെ 1937 തുടങ്ങി. അന്ന് അതിൻ്റെ പ്രവർത്തന മൂലധനം 5 ലക്ഷം രൂപ, 37 5 ലക്ഷം രൂപ, അത് വലിയ തുകയാണ്. ആ 5 ലക്ഷം രൂപ നെഹ്റു, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പിന്നീടായ നെഹ്റു സമാഹരിച്ചത് 2000 പ്രിഫറൻഷ്യൽ ഷെയറുകളും 30,000 ഓർഡിനറി ഷെയറുകളും പൈസ സ്വരൂപിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് 5 ലക്ഷം രൂപ സ്വരൂപിക്കുന്നത് നെഹ്റു നാഷണൽ ഹെറാൾഡ് പത്രം തുടങ്ങാൻ വേണ്ടി, കോൺഗ്രസിൻ്റെ മുഖപത്രം. അപ്പോൾ പ്രിഫറൻഷ്യൽ ഷെയറുകൾക്ക് ഒരു ഷെയറിന് 100 രൂപ, സാധാരണ ഷെയറുകൾക്ക് ഒരു ഷെയറിന് 10 രൂപ. അങ്ങനെ മൊത്തം 5 ലക്ഷം രൂപ സമാഹരിച്ചിട്ടാണ് നാഷണൽ ഹെറാൾഡ് തുടങ്ങിയത്. വളരെ വിജയകരമായിട്ട് ആ പത്രം മുന്നോട്ട് പോയി. എത്ര നാൾ? 1983 അത് പൂട്ടിക്കെട്ടുന്നത് വരെ. എന്താണ് 1983 അത് പൂട്ടിക്കെട്ടാൻ കാര്യം? ഇതിൻ്റെ എഡിറ്റർ ഇൻ ചീഫായിട്ട് വന്നത് ഒരു വലിയ മനുഷ്യനായിരുന്നു, നെഹ്റുവിൻ്റെ അടുത്ത സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ പേര് മണികൊണ്ട ചലപതി റാവു എന്നാണ്. ഗൂഗിളിൽ പരിധിയാ മതി ഇവിടുത്തെ മാങ്കൂട്ടത്തിൽമാർ, ഇവിടുത്തെ ഷാഫി പറമ്പിൽമാരും ചരിത്രം കോൺഗ്രസിനെ അറിയാത്തവരൊക്കെ ഒന്ന് ഗൂഗിളിൽ അല്ല വിക്കിപീഡിയയിൽ പോയി നോക്കിയാൽ മതി, വിവരം കിട്ടും. മണികൊണ്ട ചലപതി റാവു 30 വർഷം നാഷണൽ ഹെറാൾഡ്, നെഹ്റു തുടങ്ങിയ പത്രത്തിൻ്റെ എഡിറ്റർ ഇൻ ചീഫായിരുന്നു. ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കുലപതികളിൽ ഒരാളായിരുന്നു ചലപതി റാവു. അദ്ദേഹം നാഷണൽ ഹെറാൾഡിലേക്ക് വരുന്നതിന് മുമ്പ്, നെഹ്റുവിൻ്റെ ക്ഷണപ്രകാരം വരുന്നതിന് മുമ്പ് അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന മറ്റൊരു ദേശീയ ഇംഗ്ലീഷ് പത്രത്തിൽ പ്രവർത്തിച്ച ആളാണ്. ഇന്ത്യയിൽ ജേർണലിസം വിദ്യാഭ്യാസം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിലൊക്കെ വലിയ പങ്കുവഹിച്ച മണികൊണ്ട ചലപതി റാവു കല്യാണം കഴിച്ചിരുന്നില്ല. പൊതു ജീവിതത്തിന് വേണ്ടി വിവാഹം ഉപേക്ഷിച്ച മനുഷ്യൻ. അദ്ദേഹം 30 വർഷം നാഷണൽ ഹെറാൾഡിനെ നയിച്ചു, രാപ്പകൽ വ്യത്യാസമില്ലാതെ. അദ്ദേഹം നാഷണൽ ഹെറാൾഡിൻ്റെ ഡൽഹിയിലെ ഓഫീസിലായിരുന്നു താമസം. ഇതൊക്കെ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്കറിയാമോ? അപ്പോൾ വിവാഹം പോലും വേണ്ടെന്ന് വെച്ചയാണ് ഇദ്ദേഹത്തെ അടിയന്തരാവസ്ഥയെ എതിർത്തതിൻ്റെ പേരിൽ, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ എതിർത്തതിൻ്റെ പേരിൽ നാഷണൽ ഹെറാൾഡിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയം അറിയാമല്ലോ. അതിനുശേഷം അങ്ങനെ 1983 ഒരു പ്രഭാതത്തിൽ, ഡൽഹിയിലെ ഒരു പ്രഭാതത്തിൽ ചലപതി റാവുവിനെ ഒരു അജ്ഞാത വാഹനം ഇടിച്ചിട്ടിട്ട് പോയി.
അദ്ദേഹത്തെ ആരൊക്കെയോ തൂക്കിയെടുത്തിട്ട് അവിടുത്തെ ആശുപത്രി സഫ്ദർജംഗ് അവിടെയുള്ള ആശുപത്രി കൊണ്ട് പ്രവേശിപ്പിച്ചു. പക്ഷെ അദ്ദേഹം മരിച്ചു. ഈ വാഹനം ഇടിച്ച വാഹനമോ ഇടിച്ചത് ആരെന്നോ ആരുടെ വാഹനം എന്ത് വാഹനം ഇന്ന് വരെ ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല എന്ന് കോൺഗ്രസ്സുകാരോട് ഞങ്ങൾ പറയട്ടെ. ഇത് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചില്ലല്ലോ ഇന്ദിരാഗാന്ധി സർക്കാർ. അങ്ങനെ ആ മനുഷ്യന്റെ അന്ത്യം, ചലപതി റാവുവിന്റെ അന്ത്യം, ആ ശാപം ഇപ്പൊ കയറിയിരിക്കുന്നത് എവിടെയാണ്? ആ ശാപം വന്നിപ്പം ഭവിച്ചിരിക്കുന്നത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമാണ്. ഇനി അതിലേക്ക് വരാം. 2008 നാഷണൽ ഹെറാൾഡിന്റെ പ്രസിദ്ധീകരണം നിർത്തി, കടം കയറി മുടിഞ്ഞിട്ട് നിർത്തി. ശാപം കിട്ടിയ സ്ഥാപനമാണ് നാഷണൽ ഹെറാൾഡ്. കടം കയറി പൂട്ടിക്കെട്ടി. സ്വന്തം പിതാവ്, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റു തുടങ്ങിയ ഈ പ്രസ്ഥാനത്തെ പൂട്ടിച്ചതിന് പ്രധാന ഉത്തരവാദി നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇനി ഇതിന്റെ 2000-ലധികം കോടി വില വരുന്ന സ്വത്തുക്കൾ ഡൽഹിയിൽ, മുംബൈയിൽ, ബാംഗ്ലൂരും ഇന്ത്യയിലെ പല നഗരങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ഷെയർ ഹോൾഡേഴ്സ്, ഓഹരി ഉടമകളായിട്ട് നെഹ്റു ചേർത്തവരെ കൊണ്ടുള്ള പൈസ കൊണ്ട് ഉണ്ടാക്കി വെച്ചത്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് 2010 ഒറ്റയടിക്ക് ഇത് മറ്റൊരു ട്രസ്റ്റിലേക്ക് മാറ്റുന്നു. അതായത് പത്രം പൂട്ടിക്കഴിഞ്ഞിട്ട് യങ് ഇന്ത്യ എന്ന് പറയുന്ന ട്രസ്റ്റിലേക്ക് ഇതിൻ്റെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുന്നു. അതിനുവേണ്ടി 2008 95 കോടി രൂപ കോൺഗ്രസ് പാർട്ടി ഈ കടബാധ്യത വീട്ടാൻ നാഷണൽ ഹെറാൾഡിന് നൽകുന്നു. നൽകിയിട്ട് ഈ തുക തിരിച്ചു പിന്നെ പിടിക്കുന്നില്ല. പത്രത്തിന്റെ ബാധ്യത 55 ലക്ഷം എന്ന് നിജപ്പെടുത്തി ആ തുക നൽകിയതായിട്ട് രേഖയുണ്ടാക്കി. 2000 കോടിയിലധികം ആസ്തിയുള്ള ഈ പത്രത്തിന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കള് വെറും 5 ലക്ഷം രൂപ മാത്രം കൈവശമുള്ള ക്യാപിറ്റൽ മൂലധനം കാണിച്ചിട്ടുള്ള യങ് ഇന്ത്യ ട്രസ്റ്റിന് കൈമാറുന്നു. ഇതാരായി യങ് ഇന്ത്യ ട്രസ്റ്റ് 2010 തുടങ്ങിയത്? ആലോചിക്കണം. കോൺഗ്രസ്സുകാരോട് ചോദിക്കുക, ഇവിടുത്തെ മാപ്രങ്ങളോട് ചോദിക്കുക, എന്തേ അന്തിച്ചർച്ച ഇല്ലാത്ത ഈ വിഷയത്തിൽ? വീണാ വിജയന്റെ 1.25 കോടി രൂപയുടെ മാസപ്പടി എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നവര് 2000 കോടിയുടെ അഴിമതിയെപ്പറ്റി എന്താ മിണ്ടാത്ത ഇവിടുത്തെ മാപ്രകൾ, ഇവിടുത്തെ കോൺഗ്രസ്സുകാര്? എന്തേ ED അന്വേഷണം വന്നപ്പം മിണ്ടാട്ടിരിക്കുന്നത്? ബാക്കിയിലേക്ക് വരാം. അപ്പോൾ 2000 കോടി ആസ്തി മിനിമം ഉള്ളത് വെറും 5 ലക്ഷം രൂപ മാത്രം കൈവശമുള്ള യങ് ഇന്ത്യ ട്രസ്റ്റിന് കൈമാറുന്നു. എന്നിട്ട് തൊട്ട് പിന്നാലെ കോൺഗ്രസ് നൽകിയ 95 കോടിയുടെ വായ്പ എഴുതി തന്നു. ഈ യങ് ഇന്ത്യ ട്രസ്റ്റിൽ ആരൊക്കെയാണ് ഡയറക്ടേഴ്സ്? ആർക്കാണ് ഓഹരി കൂടുതലുള്ളത്? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, രണ്ടുപേർക്കും കൂടി 76% ഓഹരി. 38 സോണിയാഗാന്ധിക്ക്, 38% രാഹുൽ ഗാന്ധിക്ക്, 38% സോണിയാഗാന്ധിക്ക്, രണ്ടും കൂടെ 76% ഓഹരികൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും. എന്നിട്ട് കൂടെ ഏറാൻ മൂളികളായിട്ട് നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് 24%. അതാരൊക്കെയാണ്? ഓസ്കർ ഫെർണാണ്ടസ്, പിന്നെ മോത്തിലാൽ വോറ, പിന്നെ സുമൻ ദുബെ. ഓസ്കറും ഈ പറയുന്ന ഇവരൊക്കെ മരിച്ചു. മോത്തിലാൽ വോറയൊക്കെ മരിച്ചു. AICCയുടെ ട്രഷററായിരുന്നു. വിശ്വസ്തരെ വെച്ചിട്ട് ഒരു സ്വന്തം നിയന്ത്രണത്തിൽ രാഹുൽ ഗാന്ധി, അമ്മ സോണിയാഗാന്ധിയും കൂടെ ഇത്രയും സ്വത്തുക്കൾ അടിച്ചു മാറ്റിയതാണ് ED കേസ്. ഈ ED കേസ് അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, 2010 P. ചിദംബരം എന്ന കോൺഗ്രസ് നേതാവ് ധനകാര്യമന്ത്രി. ED അന്വേഷണം ഒന്നുമില്ല ഈ വിഷയത്തിൽ. ഒതുക്കി കേസ് മുക്കി. 2014 കാവ്യനീതി എന്ന് പറഞ്ഞാൽ അവിടെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച UPA 2 ഗവൺമെന്റിനെ കടപുഴക്കി ജനങ്ങൾ എറിഞ്ഞിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന അടുത്തൊരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കൈവെള്ളയിൽ കൊണ്ട് അധികാരം കൊണ്ടുകൊടുത്ത ഒരു ഗവൺമെന്റാണ് UPA 2. മോദി വെറുതെ ഇരുന്നില്ല, കുത്തിപ്പൊക്കി കേസ്. ED കേസെടുത്തു. അങ്ങ് ഭരണത്ത് വെച്ച ഫ്രീസറിൽ വെച്ച കേസ് നരേന്ദ്രമോദി സർക്കാർ ഓപ്പൺ ചെയ്തു.
അതിന് കാരണം 2008 സുബ്രഹ്മണ്യ സ്വാമി കേസ് കൊടുത്തായിരുന്നു. ഇത്രയും വലിയ സ്വത്തുക്കൾ അടിച്ചു മാറ്റി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ കോടതിയിൽ കേസ് കൊടുത്തത് BJP നേതാവായ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ആ കേസ് മോദി സർക്കാർ തപ്പിയെടുത്തിട്ട് 2008 2012 സുബ്രഹ്മണ്യ സ്വാമി കേസ് കൊടുത്തത്. അപ്പോൾ അന്ന് UPA ഗവൺമെന്റാണ്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, P ചിദംബരം ധനകാര്യമന്ത്രി. ഓൾ ഇൻ ഓൾ ആയിട്ട് പിൻസീറ്റ് ഡ്രൈവിംഗ് മുഴുവൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അങ്ങനെ 2014 കേസ് തപ്പിയെടുത്തു. മണിക്കൂറുകളാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ED ചോദ്യം ചെയ്തത്. കേസ് ചാർജ് ചെയ്തു. ആ കേസിൽ ജാമ്യത്തിലിറങ്ങി നടക്കുകയാണ് ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അറിയാമോ? വീണാ വിജയന്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ഈ ഗതിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് നടക്കുകയാണ് ഈ കേസിൽ. നാഷണൽ ഹെറാൾഡ് അഴിമതി കേസിൽ, 2000 കോടി രൂപയുടെ അഴിമതി കേസിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അമ്മയും മോനും. എന്തേ ചർച്ചയില്ലാത്തത് ഇവിടെ ഈ നാട്ടില്? ഇപ്പൊ ലേറ്റസ്റ്റ് എന്താണ് വാർത്ത വന്നിരിക്കുന്നത്? കഴിഞ്ഞ ദിവസത്തെ വാർത്ത, ഇതിൽ 700 കോടി രൂപയുടെ ജപ്തി ചെയ്ത ആസ്തികൾ ഏറ്റെടുക്കാൻ ED തീരുമാനിച്ചിട്ട് നോട്ടീസ് ഇറക്കി. ആ നോട്ടീസ് ഇറക്കിയതിന്റെ വാർത്തകൾ ഇപ്പം വന്നിട്ടുണ്ട്. ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും കൊടുത്തിട്ടില്ല. ഡൽഹിയിലെ നാഷണൽ മീഡിയ കൊടുക്കുന്നുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു മാപ്രകൾക്കും ഇവിടുത്തെ ഒരു മുത്തശ്ശി പത്രങ്ങൾക്കും ഇവിടുത്തെ ഒരു മുഖ്യധാരാ ചാനലുകൾക്കും ഇതൊന്നും ചർച്ചാ വിഷയമല്ല. വീണാ വിജയനെ പറ്റി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഇതൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. എന്തോ നാടേ ഇത്? ഇതാണോ മാധ്യമ പ്രവർത്തനം? എന്തോ നാടേ കോൺഗ്രസ്സുകാർ? ഇതാണോ കോൺഗ്രസിന്റെ പ്രവർത്തനം മാതൃക? അപ്പോ 5000 കോടി വരെ ഇതിന്റെ, അതായത് ഇപ്പം ഒരു പ്രാഥമിക മൂല്യമാണ് നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുക്കൾ 2000 കോടി എന്ന് പറഞ്ഞത്. ശരിക്കും മാർക്കറ്റ് വാല്യൂ നോക്കിയാൽ ഏതാണ്ട് 5000 കോടി രൂപയുടെ സ്വത്തുക്കളാണ് നാഷണൽ ഹെറാൾഡിനുള്ളത്. അതാണ് അമ്മയും മോനും കൂടെ ഒരു ട്രസ്റ്റ് കൈയടക്കിയത്, യങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാക്കണം. അതിൽ ജാമ്യം എടുത്ത് നടക്കുകയാണ്. പിന്നെന്താണ് ED കേസ് പിന്നെ മുന്നോട്ട് അധികം പോവാഞ്ഞത്? അത് റോബർട്ട് വദ്ര, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, ഇലക്ട്രൽ ബോണ്ട് വാങ്ങി 150 കോടി BJPക്ക് കൊടുത്ത് അറിയാമല്ലോ. അപ്പോ ഒരു ആനുകൂല്യം കൊടുത്തു. ഈ കേസിൽ നൂരാൻ വേണ്ടിയാണ് റോബർട്ട് വദ്ര, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, രാഹുൽ ഗാന്ധിയുടെ ബ്രദറിൻ ലോ, സോണിയാഗാന്ധിയുടെ മരുമകൻ 150 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ട് BJPയുടെ അക്കൗണ്ടിലേക്ക്, ഫണ്ടിലേക്ക് കൊടുത്തത്. തെളിവ് സഹിതം പുറത്തു വന്നില്ലേ? സുപ്രീം കോടതി ഇടപെട്ടിട്ട്. അത് ഉപകാര സ്മരണ മോദി സർക്കാർ കാണിച്ച് തൽക്കാലം സോണിയാഗാന്ധിയെ, പ്രായമായി അവർക്ക് സുഖമില്ല, രാഹുൽ ഗാന്ധിയെ പിടിച്ച് ജയിലിടണ്ട, ഇദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ. ഈ കോൺഗ്രസ് എങ്ങനെ രക്ഷപ്പെടാനാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെ വിചാരിച്ചാലും, ഇവിടുത്തെ മാപ്രകളും മുഴുവൻ വിചാരിച്ചാൽ ഈ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഈ കേസ് ഇവിടെ തീരില്ല. ഈ കേസ് മുന്നോട്ട് പോകും. കാത്തിരുന്ന് കാണാം. എന്താ ഇത്? പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഈ വിഷയം. അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.